അപ്പോൾ ദാണ്ടേ ഇന്ന് സായുവിന് ലീവായതിനാൽ നമ്മൾ കോറി പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ കോറി പോവുകയാണ്. പോണ വഴിക്ക് ഇതാ നമ്മൾ കുറുന്തോട്ടിയാണ് കേട്ടോ, താളിക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന കുറുന്തോട്ടിയൊക്കെ പറിച്ചെടുത്ത്. അപ്പോൾ ഇതാണ് കുറുന്തോട്ടി. കുറുന്തോട്ടി കണ്ടിട്ടില്ലാത്തവർ ഇതാ നോക്കി, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട്, നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് അതിൻ്റെ കട വലുതായത് കാരണം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റിയില്ല. എന്നാലും ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ പോണ വഴിക്ക് അതാ നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ഒരു കുറുന്തോട്ടി കൂടി കിട്ടി. അങ്ങനെ നമ്മൾ താളിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കുറുന്തോട്ടികളൊക്കെ പറിച്ചെടുത്ത് അങ്ങനെ കോറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വഴി. നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ ഏറ്റവും അവസാനം ചെന്ന് എത്തുന്നത് നമ്മൾ കോറിയിലേക്കാണ് കേട്ടോ. അത് ആ മതിൽ അവസാനിക്കുന്നിടം നമ്മുടെ പറമ്പ് കഴിയും. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചന്മാരുടെയും അങ്ങനെ എല്ലാവരുടെയും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതാ ഇത്രയാണ് നമ്മുടെ ഭാഗം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കോറിയാണ്. നിറയെ പാറകളും കോറികളെയൊക്കെ നിറഞ്ഞ പ്രകൃതി രമണീയമായ അതാ നമ്മുടെ നാട് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സായുവിന് അവന് നീന്താനും കളിക്കാനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കോറി പോകുന്നത്. അപ്പോൾ അവന് നല്ല ഇഷ്ടമാണ് വെള്ളത്തിലിറങ്ങി കളിക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ ഇതാ നടന്ന് ഇതാ നമ്മുടെ കോറിയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിറയെ ആടുകൾ, നമ്മുടെ വീട്ടിൽ അപ്പുറത്തേക്ക് ആയിട്ടുള്ള കുറേ ആടുകളുണ്ട്. അപ്പോൾ സായു കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നിന്നു കേട്ടോ. ആടുകളൊക്കെ അവനിഷ്ടമാണ്, മൃഗങ്ങളും ഒക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട് കേട്ടോ. നാട്ടിൽ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ കോറി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളവിടെ ചെന്ന് കോറിയിലൊക്കെ ഇറങ്ങി അങ്ങനെ സായുവിനെ ആദ്യം ജസ്റ്റ് ഒന്ന് ഇറക്കി. പിന്നെന്താ, അവന് കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനുണ്ടെങ്കിൽ മാത്രമാണ് അവൻ വെള്ളത്തേക്ക് ഇറങ്ങുള്ളൂ. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യമൊക്കെ. അപ്പോൾ വലിയ ആളൊന്നുമില്ല കേട്ടോ. ആളില്ല പറഞ്ഞാൽ കുറച്ചൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് കുട്ടികൾക്കും ഒക്കെ ഇറങ്ങി കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയാലേ അവൻ വെള്ളത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവന് ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ പരമാവധി നമ്മൾ അങ്ങനെ കോറിയിൽ പോകും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കോറി മാത്രമല്ല കേട്ടോ. ഇവിടെ ഈ ഒരു കോറി പിന്നെ അതിനോട് അടുത്തടുത്തായിട്ട് അങ്ങനൊരു 4-5 കോറികൾ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതിൻ്റെ ബാക്ക് വശത്തിലൂടെ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കോറികളെല്ലാം മീതെ നിന്നിട്ട് എല്ലാം ഒന്നും കാണില്ല വ്യക്തമായിട്ട്, എന്നാലും മീതെ നിന്നിട്ട് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. കുറേ ദൂരത്തേക്ക് ആയിട്ട് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ വരാറുണ്ട് കാണാനൊക്കെ ആയിട്ട്. വൈകുന്നേരമൊക്കെ നല്ല രസമാണ്. മുകളിൽ പാറയുടെ മീതെ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമായിട്ടിരിക്കാം. പിന്നെ ഇതാ കോറിയിലാണെങ്കിലും അതേ വൈകുന്നേരമൊക്കെ കുറേ കുട്ടികൾ വരും, ട്യൂബൊക്കെ വെച്ചിട്ട് അവർ കുറേ നീന്തും. അപ്പോൾ അങ്ങനെ അപ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതൊക്കെ. പിന്നെ അതുപോലെ നമുക്ക് നീന്തക്കം പഠിപ്പിക്കാനൊക്കെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അവർക്ക് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു ഇത് തന്നെയാണ് നീന്തൽ. അപ്പോൾ ആ നീന്തലൊന്ന് ജസ്റ്റ് പഠിപ്പിച്ച് കിട്ടുന്നവരെ അവർക്ക് നമ്മളൊന്ന് കൂടെ പോയി അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാവും. അപ്പോൾ അതൊക്കെയാണ്. ഇത് പിന്നെ നമ്മൾ ഇന്നെടുത്ത വീഡിയോ ഒന്നല്ല കേട്ടോ, കുറച്ച് മുന്നേ തന്നെ എടുത്തതാണ്. പക്ഷേ ഞാനിങ്ങനെ വീഡിയോ എഡിറ്റിംഗ് എനിക്ക് കുറച്ച് മടിയുള്ള കാര്യം തന്നെയാണ് എഡിറ്റ് ചെയ്യുക. പിന്നെ അതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു സമയം കണ്ടെത്തിയിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ